പിന്നെ രേണുകയെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ഇത്രയും കാലം മദർ ഒളിപ്പിച്ചു വെച്ചതോ? അവളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന സത്യം എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചതോ? എന്നിട്ടും മദർ സ്വയം ന്യായീകരിക്കുകയാണല്ലേ? അല്ല മാഡം, ന്യായീകരണങ്ങളല്ല. നന്മയെ കരുതി മാത്രം അല്പം മൗനിയാകേണ്ടി വന്നു, അത്രമാത്രം. നന്മയെ കരുതിയോ? എന്ത് നന്മയാണ് ഇതിലുള്ളത്? അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല, ദൈവത്തിനൊഴികെ. എനിക്കിപ്പോ അറിയേണ്ടത് അതൊന്നുമല്ല. ആ കുഞ്ഞെവിടെ? സ്നേഹമോടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എവിടേക്കാണ് കടത്തിയത്? സന്യാസിനിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ വസ്ത്രത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞല്ലോ, എല്ലാം നന്മയെ കരുതിയാണെന്നും പറഞ്ഞല്ലോ. എങ്കിൽ പറയൂ, സ്നേഹമോൾ എവിടെയാണെന്ന്? സ്നേഹയെ മാത്രമാണ് കാണാതായിട്ടുള്ളത്. സ്നേഹയെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി മദറും ക്ലാരയും ചേർന്ന് വീണ്ടും നാടകം കളിക്കല്ലേ? പക്ഷേ ഇനിയും ഞാനത് അനുവദിക്കില്ല. മാഡം പ്ലീസ്, സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ വിശ്വസിക്കണം. മാഡത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാനേ വഴിയുള്ളൂ. ഹലോ, ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇല്ല ശ്യാം, മദറിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മദറും ആകെ ആശയക്കുഴപ്പത്തിലാ. ഇല്ല മാഡം, ഞാനത് വിശ്വസിക്കുന്നില്ല. ഇത്രയും കാലം എല്ലാ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചത് അവർ മാത്രമാണ്. ക്ലാരയോട് മാത്രമേ അവർക്ക് കൂടുള്ളൂ. പക്ഷേ ക്ലാര ഇവിടെ തന്നെ ഉണ്ടല്ലോ. സ്നേഹമോളെ മാത്രമല്ലേ കാണാതായിട്ടുള്ളത്? അതെ, എന്റെ മോളെ മാത്രം. എല്ലാവരും ചേർന്ന് അവളെ എങ്ങോട്ടോ മാറ്റിയതാണ്, എന്നിൽ നിന്ന് അകറ്റിയതാണ്. ശ്യാം, പരസ്പരം പഴിചാരേണ്ട നേരമല്ലിത്. കാണാതായിട്ടുള്ളത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. അതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇതും ഒരു രാഹുൽ കേസ് പോലെ ആകാൻ ഇടയാകരുത്. ഇല്ല മാഡം, എനിക്ക് ഉറപ്പുണ്ട്. മദറും ക്ലാരയൊന്നും അറിയാതെ എന്റെ മോളെ എങ്ങോട്ടും പോവില്ല. ശ്യാം അവരെ കണ്ടില്ലേ? കണ്ടു. എല്ലാവരും ചേർന്ന് തന്നെ വീണ്ടും വീണ്ടും വിട്ടിയാക്കാൻ ശ്രമിക്കുക. തരകൻ സാർ ഇപ്പൊ അതിൽ കൂട്ടു നിൽക്കുക. മാഡെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ? ആ മദറിനോടും ക്ലാരയോടും ഒക്കെ ഒരിക്കൽ കൂടി ഒന്ന് സംസാരിക്കണം. മാഡത്തോടെങ്കിലും അവർ സത്യം തുറന്നു പറയാതിരിക്കില്ല. ഞാൻ ഒരിക്കൽ സംസാരിച്ചതാണല്ലോ ശ്യാം. എന്റെ സംശയം വേറൊരു വഴിക്ക. ആ അയ്യർ, അയാളാവും ഇതിന്റെ പിന്നിലെന്നാ എനിക്ക് തോന്നുന്നത്. പോലീസും ആ വഴിക്കാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. അയാൾ അത് ചെയ്യും. ക്ലാരയെയും ശാലിനിയെയും ഗിരിയെയും ഒക്കെ ഇക്കാര്യം പറഞ്ഞ് അയാൾ പലതവണ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണല്ലോ. അയ്യർ, ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്ന അവനാണെങ്കിൽ ഇതോടെ അവന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കും. അതിനവൻ പോലീസുകാരാണെന്ന് ഞാൻ അറിഞ്ഞോടി. ഏതോ ഒരുത്തൻ സോഡ കുടിക്കാൻ കടയിലേക്ക് കയറി വന്നേ ഞാൻ കരുതിയുള്ളൂ. അവൻ സിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുവോ? വായിന്ന് അബദ്ധം വല്ലതും വീണോ? ഹേയ്, ദൈവാധീനത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. സിനിമ സ്റ്റൈലിലല്ലായിരുന്നു അവന്റെ എൻട്രി. അല്ല, അവൻ ചാർജ് എടുത്ത കാര്യം ഒരുത്തനും വിളിച്ച് പറഞ്ഞതുമില്ലല്ലോ. അയാൾ ഏതായാലും അത്ര നിസാര പുള്ളിയൊന്നുമല്ലെന്ന് ഉറപ്പാ. ഇല്ലെങ്കിൽ ഇങ്ങനെ വേഷം മാറി പാത്തു പതുങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ. കൊച്ചു പയ്യനല്ലേ, അതിന്റെ ഒരു തിളപ്പ. അപ്പോ CI രാജ്മോഹൻ മാറി. എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ടല്ലോ. ഇതിലിത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? സംഗതി സീരിയസ് ആയിരിക്കുന്നു എന്നർത്ഥം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരിക്കും അയാള്. ഏതായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഞാൻ എന്ത് കരുതിയിരിക്കാനാ? അല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരെ കണ്ടിരിക്കുന്നു.
ആദ്യം കുറച്ച് വെടിയും പുകയൊക്കെ കാണും, പിന്നെ പുക പോയിട്ട് പൊടി പോലും കാണില്ല. കട്ടവരെ കണ്ടില്ലെങ്കിൽ കണ്ടവരെ പിടിക്കുന്നവരാ പോലീസ്. ധനപാലേട്ടനെ അവർക്ക് സംശയം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായില്ലേ? ഇനി അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഒന്ന് പോടി അവിടുന്ന്. കസ്തൂരി, ചെമ്മീൻ ചാടിയ മുട്ടോളം, കുറച്ചുകൂടെ ചാടിയാലോ ചട്ടിയോളം. ഇതൊക്കെ അത്രേ ഉള്ളൂ. അത്ര മിടുക്കനാണെങ്കിൽ ആ കൊച്ചെവിടാണെന്ന് അവൻ കണ്ടുപിടിച്ചിട്ട് വരട്ടെടി. അപ്പൊ കണ്ടുപിടിക്കില്ലെന്നാണോ? എടീ, ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയത് ചിലപ്പോ നമ്മൾ സംശയിക്കുന്നവരാരോ അല്ലെങ്കിലോ? മറ്റൊരു രാഹുൽ ആകില്ല സ്നേഹ എന്നുറപ്പുണ്ടോ? ശ്യാമിന്റെയും ക്ലാരയുടെ ഒക്കെ നെട്ടോട്ടം കണ്ടിട്ട് എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഹോ, അതൊന്ന് ചത്തൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. അതോടെ നമ്മുടെ കാര്യം എളുപ്പമാവുമല്ലോ. ആ, നീ പോയി കടുപ്പത്തിലൊരു ചായയുടെ, ഞാനൊന്ന് കുടിച്ചിട്ട് ഇപ്പൊ വന്നേക്കാം. നീ എന്താ ഇത്രയും താമസിച്ചേ? മോന്റെ സ്കൂളിൽ വെച്ച് ഒരു പഴയ കൂട്ടുകാരിയെ കണ്ടു, ഇന്ദു. അവളവിടുത്തെ ടീച്ചറാ. സ്നേഹയെ ആ സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. സ്നേഹയെ പറ്റി അവള് ചോദിച്ചറിയാൻ ശ്രമിച്ചത്. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയാനാ, ശ്യാമിന്റെ സിസ്റ്റർ ഞാനെന്ന് അവൾക്ക് നന്നായി അറിയാം. അപ്പൊ അവിടെയും കുഞ്ഞുപെങ്ങൾക്ക് നല്ല ഖ്യാതി ഉണ്ടാവും അല്ലേ? അവൾ ആരോടൊന്നും പറയില്ല, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്റെ വിഷമം അതല്ല. അടുത്ത മാസം മുതൽ മോന്റെ ഫീസ് കൂട്ടിയ എന്തു ചെയ്യും? അടയ്ക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല ഗിരിയേട്ട. അതൊക്കെ സമയമാകുമ്പോ ശരിയാവും, നീ പേടിക്കണ്ട. മെഡിക്കൽ ഷോപ്പിലും കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അടുത്ത മാസം അതും കൊടുക്കണം. എന്തിനായി ഗുളികകളൊക്കെ വാങ്ങിയത്? എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അസുഖം ഭേദാവട്ടെ ഗിരിയേട്ട. ദാ കഴിക്കങ്ങോട്ട്. കഴിക്ക് ഗിരിയേട്ട, ഒക്കെ ശരിയാവുന്നേ. മതിയോ? ഇന്ന് രാവിലെ ബാലുസാർ വിളിച്ചിരുന്നു. ഞാൻ ആ ജോലിക്ക് പോട്ടെ ഗിരിയേട്ട. ഒരാള് നമുക്ക് വേണ്ടി ഇത്ര താല്പര്യത്തോടെ പറയുമ്പോ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഗിരിയേട്ടൻ ജോലി ചെയ്ത ഓഫീസല്ലേ, ആ ഒരു കൺസിഡറേഷൻ എനിക്കും കിട്ടും, ഉറപ്പാ. ആ ഒരു കൺസിഡറേഷനോടാ എനിക്ക് യോജിപ്പില്ലാത്തത്. ഗിരിയേട്ടൻ ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. അതിലും എത്രയോ ഭേദ ഗിരിയേട്ട ഞാൻ ഈ ജോലി സ്വീകരിക്കുന്നത്. അസുഖം ഭേദാവുന്നത് വരെയെങ്കിലും. ശാലു, അത് ശരിയാവില്ല മോളെ. എന്തുകൊണ്ട് ശരിയാവില്ല? എനിക്കറിയാം, ഒക്കെ ഗിരിയേട്ടന്റെ ദുരഭിമാന. അതുകൊണ്ട് ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ. ദുരഭിമാനം കൊണ്ടൊന്നും അല്ല ശാലു. നീ രാവിലെ ജോലിക്ക് പോയാ പിന്നെ എന്റെ അടുത്ത് ആരാ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? ദൂരെയൊന്നും അല്ലല്ലോ, ഓഫീസ് ഇവിടെ അടുത്തല്ലേ. ഗിരിയേട്ടനൊന്ന് ഉറക്കെ വിളിച്ചാ ഞാനിങ്ങ് എത്തില്ലേ. എപ്പ വിളിച്ചാലും മാധുവും വരാൻ ഏറ്റിട്ടുണ്ട്. മാധു ഉണ്ടെങ്കിൽ പിന്നെ ഒരു ആശ്വാസമാകുമല്ലോ. എന്താ ഗിരിയേട്ട ഒന്നും മിണ്ടാത്തെ? ഗിരിയേട്ടന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു ആശ്വാസത്തിന് വേണ്ടി ഒന്ന് സമ്മതിച്ചൂടെ? ഒക്കെ നിന്റെ ഇഷ്ടം പോലെ. എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമല്ല,
ഗിരിയേട്ടന്റെ പൂർണ്ണ സമ്മതം എനിക്ക് ആവശ്യം. ഹലോ, ഒരുപാട് ഓടി തളർന്നു അല്ലേ മിസ്റ്റർ ശ്യാം പ്രസാദ്? ആരാ? ഒരുപാട് പ്രാവശ്യം നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് പറയൂ. പറയാം മിസ്റ്റർ ശ്യാം, ധൃതി വെക്കല്ലേ. എന്താ മിസ്റ്റർ ശ്യാം, നിങ്ങളൊന്നും മിണ്ടുന്നില്ല? ഞാൻ ആരാണെന്ന് നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്യായിരിക്കല്ലേ? യു ആർ മിസ്റ്റേക്കൺ. ഹലോ ഹലോ ഹലോ, ഹു ആർ യു മാൻ? പറയാം. നിങ്ങൾ എന്നെ കാണാൻ ഒരുപാട് വട്ടം ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. നിങ്ങൾ ആരാണെന്ന് പറയണം മിസ്റ്റർ. ഞാൻ അയ്യർ, മീൻസ് സുബ്രഹ്മണ്യ അയ്യങ്കാർ. അയ്യർ? നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ പൊന്നോമന മകൾ, അവൾ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അയ്യർ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? എന്താ ശരി, വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ കേട്ടോളൂ. വീട്ടിൽ പോണം. കരയാതെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻഡി. കരയാതെ മോളെ. അങ്കിൾ, എനിക്ക് എന്റെ വീട്ടിൽ പോണം അങ്കിൾ. മോളെ, മോളെ, എനിക്ക് ക്ലാരമ്മ കാണണം അങ്കിൾ. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കങ്കിൾ. ക്ലാരമ്മ കാണണം. എന്തിനാ എന്നെ ഇവിടെ പിടിച്ചിട്ടേക്കുന്ന? കേട്ടല്ലോ മിസ്റ്റർ ശ്യാം, ഇപ്പൊ ബോധ്യമായില്ലേ? ആന്റി എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻഡി. എന്തിനാ ആന്റി എന്നെ ഇവിടെ പിടിച്ചിരുത്തേക്കുന്ന? ക്ലാരമ്മ. അയ്യർ, അയ്യർ പ്ലീസ്. അയ്യർ എന്റെ കുഞ്ഞ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് അത് ഞാൻ പിന്നീട് അറിയിക്കാം മിസ്റ്റർ. പിന്നെ നിങ്ങളൊരു ബുദ്ധിയുള്ള അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് നന്നായി അറിയാം.
അതിബുദ്ധി കാണിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, സ്നേഹമോൾ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അയ്യോ പ്ലീസ് പറ, എവിടെയാ എന്റെ മോള്? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറയൂ. ധൃതി വേണ്ട, സാവധാനം മതി. ഞാൻ പിന്നീട് വിളിക്കാം. ഹലോ ഹലോ ഹലോ. കരയാതെ മോളെ, കരയാതെ. ആരമ്മ? എനിക്ക് വീട്ടിൽ പോണം അങ്കിൾ. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് ക്ലാരമ്മ കാണണം അങ്കിൾ. കറിയാതെ മോളെ, അങ്കിള് കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? എന്നെ ഇപ്പൊ തന്നെ കൊണ്ടാക്കാം അങ്കിൾ. ധൃതി വെക്കാതെ മോളെ. അങ്കിളിന് ഇനിയും 2-3 ആൾക്കാർക്കൂട്ട് ഫോൺ വിളിക്കാനുണ്ട്. എന്നിട്ട് അവരുമായിട്ടൊക്കെ കാശിന്റെ കാര്യത്തിൽ ഒരു ധാരണയൊക്കെ ശേഷം അങ്കിൾ തീരുമാനിക്കും മോളെ എവിടെ എത്തിക്കണമെന്ന്. അങ്കിൾ എനിക്ക് ക്ലാരമ്മ കാണണം അങ്കിൾ. അടടാ, മോക്ക് പോറ്റം വീടാണല്ലോ കൂടുതൽ ഇഷ്ടം. ആ, തൽക്കാലം മോൾ ഉറങ്ങാൻ നോക്കാം. മോള് വല്ലത് കഴിച്ചോ? റീത്ത, വല്ലത് കഴിക്കാൻ കൊടുത്തോ? ബിസ്ക്കറ്റും ചായയും കൊടുത്തു. മോള് വേഗം ഉറങ്ങാൻ നോക്കട്ടോ. റീത്ത, ബി കെയർഫുൾ. ശരി ബൈ. മോള് കരയണ്ട കേട്ടോ. ഉറക്കം വരുന്നോ? ആ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടക്കോ. കരയണ്ട കേട്ടോ. ഹലോ ധനപാലൻ. ഓർമ്മയുണ്ടോ ധനപാലൻ സാറേ ഈ ശബ്ദം? ഹലോ, ആരാ നിങ്ങൾ? അപ്പൊ ധനപാലൻ സാറിന് ഈ ശബ്ദം തീരെ തിരിച്ചറിയാനാവുന്നില്ലല്ലേ? ഏ മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് പറയണം. ഇത് അയ്യരാണ് ബായി. അയ്യരോ? താൻ ചത്തില്ലേടോ? എവിടെ പോയി കിടക്കായിരുന്നോ താൻ? തന്നെ ഒന്ന് കൈ കിട്ടാൻ എത്ര കാലമായി കാത്തിരിക്കുന്ന അറിയോ തനിക്ക്? വേണ്ട, തന്റെ ചിരിയൊന്നും എനിക്ക് കേക്കണ്ട. എന്തു പറ്റി ധനപാലൻ സാറേ? എന്ത് പറ്റിയെന്നോ? ഇതിലും വലുതായി ഇനി എന്ത് പറ്റാനാടോ? തന്നെ പോലുള്ളവനെ വിശ്വസിച്ചതാടോ എന്റെ മിസ്റ്റേക്ക്. ബായിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, സമ്മതിച്ചു. എടോ, രണ്ടിനെയും തട്ടാൻ എന്നെ കൊണ്ടാകഞ്ഞിട്ടല്ല, പുഷ്പം പോലെ ഞാനത് ചെയ്തേനെ. നീയൊക്കെ ചേർന്ന് എന്നെ ചതിക്കാൻ നോക്കിയതല്ലായിരുന്നോടോ? ചൂടാകാതെ ബായി, നമുക്ക് വഴി ഉണ്ടാക്കാവുന്നേ. വഴിയോ? എന്തു വഴി? ദേ, ഞാനിപ്പോ പെരുവഴിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, വിശേഷം ചോദിച്ചറിയാൻ കണ്ട നേരം. രേണുകയും അവിടെ മോളും, രണ്ടിനെയും കൊണ്ട് എനിക്ക് ഭ്രാന്തളകിയിരിക്കുക. അപ്പൊ ഭായിക്കും കുട്ടിയെ കാണാഞ്ഞിട്ട് ഭ്രാന്തളയിരിക്കല്ലേ? അതേടോ, ആ വൃത്തികെട്ട കുട്ടിയെയും കാണാനില്ല. എവിടെ പോയി തുറഞ്ഞു ആവോ? നിർത്തണോ തന്റെ ഒടുക്കത്തി ചിരി? ഇവിടെ മനുഷ്യന് വാല തീ പിടിച്ചിരിക്കുമ്പോഴാ ഒരുമാതിരി മറ്റേ. ഭായി, ആ കുട്ടി എൻ്റെ അടുത്തുണ്ട്. സ്നേഹേ? അതേ ഭായി, ക്ലാരയുടെ സ്നേഹമോ, രേണുകയുടെ സ്നേഹമോ, ശ്യാമന്റെ സ്നേഹമോ ഇപ്പൊ എന്റെ താവളത്തിലുണ്ട് ഭായി. താൻ നേരാണോ ഈ പറയുന്നത്? ആ കുട്ടി തന്റെ അടുത്തുണ്ടോ? അതെന്താ വിശ്വാസം വരുന്നില്ലേ?
തന്നെയൊക്കെ വിശ്വസിച്ചതിന്റെ ഫലമല്ലേ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഭായി, ഭായി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.